among us those who are not well. But glory to God that God is good and He given us the privilege that which others may not have it. ഒത്തിരി പേര് നമ്മുടെ ഇടയിൽ സുഖമില്ലാതൊക്കെ ആയിരിക്കുന്നതെങ്കിലും നമ്മളെ ദൈവം ഇവിടെ കൊണ്ടുവന്നു. പലർക്കും കടന്നു വരുവാൻ കഴിയാതെ ആയിരിക്കുമ്പോൾ ദൈവം നമ്മളെ ഇവിടെ കൊണ്ടുവന്ന് ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. It is always a privilege to be in the presence of the Lord. Especially I count it as a great blessing and honor that God has given to me, especially to stand between the so matured Christians. നിങ്ങളുടെ ഇടയിൽ ആയിരിക്കുന്ന എനിക്കിപ്പോഴും സന്തോഷമാണ്. പ്രത്യേക ദൈവവചനത്തിലൊക്കെ വളരെ പക്വതയുള്ള ദൈവമക്കളുടെ ഇടയിൽ ദൈവവചനത്തിലായിരിക്കുന്നത് ഞാൻ എൻ്റെ ഒരു പദവിയായിട്ട് കണക്കാക്കുന്നു. We have seen lot of churches, visited lot of churches, and what we see this church is the full-fledged church because there are old, there is young, there is little kids around. പലതരത്തിലുള്ള ചർച്ചകൾ നമുക്ക് ചുറ്റുമുണ്ട്. എന്നാലും നമ്മുടെ ചർച്ച് ഒരു ഫുൾ ഫ്ലെഡ്ജ് ചർച്ചാണെന്ന് ഞാൻ വിളിക്കും. കാരണം കൊച്ചു കുഞ്ഞുങ്ങളുണ്ട്, ഇടയ്ക്കുള്ളവരുണ്ട്, പ്രായമുള്ളവരുണ്ട്, അങ്ങനെ എല്ലാവരെയും കൊണ്ട് നിറഞ്ഞ ഒരു സഭയാണ് നമ്മുടേത്. As I see the young, dynamic, beautiful and handsome guys among us, what I remember is Psalm 144 verse 12. സങ്കീർത്തനം 144 വാക്യമാണ് നമ്മുടെ ഇടയിലുള്ള യൗവനക്കാരായിട്ടുള്ള വളരെ ആരോഗ്യവും എനർജിയും ഒക്കെയുള്ള കുഞ്ഞുങ്ങളെ കാണുമ്പോഴത്തേക്കിന് എൻ്റെ മനസ്സിലേക്ക് വരുന്നത് സങ്കീർത്തനം 144:12. What does it say? ഇങ്ങനെയാണ് വായിക്കുന്നത്: ഞങ്ങളുടെ പുത്രന്മാർ ബാല്യത്തിൽ തഴച്ചു വളരുന്ന തൈകൾ പോലെയും ഞങ്ങളുടെ പുത്രന്മാർ അരമനയുടെ മാതിരിയായി കൊത്തിയ മൂലത്തൂണുകൾ പോലെയും ഇരിക്കട്ടെ. Amen. Amen. So I see as a missionary, as I see the visionary for the churches, as we prayed and dreamt about and worked about it, you want to see the young man, flourishing, become a reformers of the Amen. Society around them. ഹല്ലേലൂയ. ഒരു മിഷനറി അല്ലെങ്കിൽ ഒരു വിഷനറി സഭകളെ കുറിച്ച് ദർശനമുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വളരെ എനർജറ്റിക് ആയിട്ട് വളർന്നു വരുന്നതാണ് എൻ്റെ സ്വപ്നവും എൻ്റെ ആഗ്രഹവും പ്രാർത്ഥനയും. As we see a lot of ministered and counseled lot of ministers, young men, and they have become the ministers of God in the different parts of India and other parts of the world. It gives us joy, the how, and also it is importance. Always it is there in our mind the importance of the young people among us. ഞാൻ പല യൗവനക്കാരുടെ ഇടയിൽ ശുശ്രൂഷിച്ചിട്ടുണ്ട്. അവരെ കൗൺസിൽ ചെയ്യാനൊക്കെ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. അവരിൽ പലരും ഇന്ത്യയിലും അതുപോലെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും കർത്താവിൻ്റെ വേലക്കാരായിട്ട് തീരുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. We are not, let me speak straight to the young people, you are not what you are today. കൊച്ചു കുഞ്ഞുങ്ങളെല്ലാം ശ്രദ്ധിക്കണം. പാസ്റ്റർ നിങ്ങളോടാണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ഇന്ന് കാണുന്ന വ്യക്തികളല്ല നിങ്ങൾ യഥാർത്ഥത്തിൽ. After from here now maybe 5 years or 10 years you will be somewhere else. You never might imagine that God will bring you up to that place. 5 വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ 10 വർഷം കഴിയുമ്പോൾ നിങ്ങൾ സ്വപ്നം പോലും കാണാത്ത ഒരു അവസ്ഥയിലേക്കായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും സങ്കല്പിച്ചിട്ട് പോലും ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്കായിരിക്കും ദൈവം നിങ്ങളെ കൊണ്ടെത്തിക്കുന്നത്. You might even for that case, everyone those who are sitting here, we know that we always only think about what we are now and we'll think about what we want to become in the future. But it is rare that we rectify ourselves or we rethink ourselves. What happened 5 years from now? What happened 10 years before? Where we are and where we are now. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും അങ്ങനെയാണ്. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് ഇന്ന് നമ്മളായിരിക്കുന്ന അവസ്ഥകളെ കുറിച്ച് മാത്രമേ നമ്മൾ ചിന്തിക്കാറുള്ളൂ. ചിലരൊക്കെ 1 വർഷം 5 വർഷം കഴിഞ്ഞാൽ അല്ല 10 വർഷം കഴിഞ്ഞാലൊക്കെ ഉള്ള അവസ്ഥകളെ കുറിച്ച് ചിന്തിക്കാറുണ്ട്. എന്നാൽ അവിടെ എത്തിക്കഴിയുമ്പോഴത്തേക്കിനും പുറകിലോട്ട് തിരിഞ്ഞു നോക്കി 5 വർഷം മുമ്പ് എന്തായിരുന്നു അവസ്ഥയെന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല. Our God is an amazing God and He does things in such a way that more than you think and more than you desire, He takes you to the higher level. നാം ചിന്തിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായിട്ട് നമ്മളെ നടത്തുവാൻ കഴിവുള്ള അല്ലെങ്കിൽ നയിക്കുവാൻ കഴിവുള്ള ഒരു ദൈവത്തെയാണ്, സർവശക്തനായ ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. Even though today I am going to speak to all what the word of the Lord has come to me, but especially I want to focus the young generation, those who are among us. കൊച്ചു കുഞ്ഞുങ്ങളെ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം. ഫ്രണ്ടിലിരിക്കുന്ന ബെക്കി, മാഡി, എവരിവൺ. പാസ്റ്റർ അങ്കിൾ ഈസ് ടുഡേ സ്പെഷ്യലി ഗോയിങ് ടു സ്പീക്ക് ടു യു. സോ ദിസ് മെസ്സേജ് ഈസ് particularly for all the youngsters. So everyone pay attention to Pastor Uncle what he has to speak. See, God is good and God has, morning we had a message that God has a plan A, there is no plan B, and what all his plans are perfect. രാവിലെ നമ്മൾ വചനം കേട്ടു. ദൈവത്തിന് പ്ലാൻ എ എന്നോ പ്ലാൻ ബി എന്നോ അങ്ങനെയല്ല. ദൈവത്തിന്റെ എല്ലാ പദ്ധതികളും പൂർണ്ണമായിട്ടുള്ള പദ്ധതികളാണ്. We as every one of us, we are blessed people of God,
just because our God is the Lord. നമ്മുടെ ദൈവം ദൈവമായിരിക്കുന്നത് കൊണ്ട് തന്നെ അവൻ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ദൈവമാണ്. We have no doubt that we are saving false God, or we are not having. If anyone has any doubt, are you serving the living God? നിങ്ങൾ ആർക്കെങ്കിലും നിങ്ങൾ ജീവനുള്ള ദൈവത്തെയാണ് സേവിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ടോ? So Bible says that those who have the Lord as their God are the blessed people. ആമേൻ. ദൈവത്തിന്റെ വചനം പറയുന്നത് യഹോവ തന്നെ ദൈവമായിരിക്കുന്ന ജനം ഭാഗ്യമുള്ളത്. And it is God's will that we lack nothing in our life. ദൈവത്തിന്റെ ഹിതം ഇതാണ്, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കുറവുകളില്ലാത്തവരായിരിക്കണം എന്നുള്ളതാണ് ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള ആഗ്രഹം. As Psalmist said that Lord is my shepherd, I shall lack nothing. സങ്കീർത്തനക്കാരൻ 23-ാമത്തെ സങ്കീർത്തനത്തിൽ പറയുന്നു, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് ഒന്നിനും മുട്ടുണ്ടാകത്തില്ല. And James told that you may be matured and complete, not lacking anything. യാക്കോബിന്റെ ലേഖനത്തിൽ അതിപ്രകാരമാണ് പറയുന്നത്, നിങ്ങൾ ഒന്നുമിലും കുറവില്ലാത്തവരായിട്ട് മെച്ചൂറും പൂർണ്ണതയുള്ളവരുമായിരിക്കണമെന്നാണ് യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത്. Either you believe it or not, it is established truth that God want us to have everything full according to his riches and glory. ആമേൻ. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള ആഗ്രഹം ഇതാണ്, നാം ദൈവത്തിന്റെ ഹിതപ്രകാരം ഒന്നിനും കുറവില്ലാത്തവരായിട്ട് ഇരിക്കണമെന്നുള്ളതാണ്. But why do we have some kind of lackings in our lives, especially young people, those who always suffer with that feeling that I need to have much more or better or more than this? ദൈവത്തിൻ്റെ ഹിതം അപ്രകാരമായിരിക്കുമ്പോൾ നമ്മളിൽ പലർക്കും, എസ്പെഷ്യലി യൗവനക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഇത് പോരാ, എനിക്ക് എന്തോ കുറവുണ്ടെന്ന് പറഞ്ഞ് നമുക്ക് എപ്പോഴും ഇനിയും പിന്നെയും ഇനിയും കുറവുള്ളത് പൂരിപ്പിക്കുവാനായിട്ടുള്ള ആഗ്രഹം എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? There was a time when as a young missionary I was working and there were disappointments because of lack of results. But one verse that kept me until now active and aggressive when it comes to the Lord's ministry is from Jeremiah chapter 12 verse 5. ഞാനൊരു യൗവനക്കാരനായിട്ടുള്ള മിഷണറി ആയിരിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന ഫലം കാണാത്തപ്പോഴത്തേക്കിന് എനിക്ക് നിരാശ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇന്ന് വരെയുള്ള എൻ്റെ ശുശ്രൂഷ ജീവിതത്തിൽ എന്നെ സന്തോഷത്തോടെ നടത്തുന്ന ഒരു വാക്യം ഇതാണ്, യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം. Here God is questioning Jeremiah for something that really should motivate even us, if you can understand this. ദൈവം യെരമ്യാ പ്രവാചകനെ ചില വാക്കുകൾ പറഞ്ഞ് പ്രബോധിപ്പിക്കുകയാണ്. ആ വാക്യത്തിൽ നിന്ന് ഇന്നും നമുക്ക് പ്രചോദനം ഉൾക്കൊള്ളുവാനായിട്ട് കഴിയും. Here God is questioning, you try to run with the men on foot but they lost you, but how can you aim at running with the horses? ദൈവം ഇപ്രകാരമാണ് യെരമ്യാ പ്രവാചകനോട് ചോദിക്കുന്നത്, നീ വെറും നടന്നു പോകുന്ന ആൾക്കാരോടുകൂടെ ഓടിയിട്ട് ക്ഷീണിച്ചു പോയാൽ കുതിരയുടെ പുറത്ത് ഓടുന്ന ആൾക്കാരോടുകൂടെ നിനക്ക് എങ്ങനെയാണ് മത്സരിക്കാൻ കഴിയുക? How many young people got this question? യൗവനക്കാരായിട്ടുള്ള സഹോദരന്മാരെ, നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളിൽ എത്ര പേർക്ക് ഈ ചോദ്യം മനസ്സിലായി? You may have a lot of dreams and ambitions to achieve and you want to reach some kind of heights in your life, but as I already mentioned, there is always something lacking in your life. നിങ്ങൾക്ക് ഒരുപക്ഷെ വളരെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ടായിരിക്കാം, പലർക്കും സ്വപ്നങ്ങൾ അച്ചീവ് ചെയ്യാത്ത ആ ഒരു നിരാശയും ഉണ്ടായിരിക്കാം. So this verse really motivated me each time. It is like whatever may be the situation, you give your best and God will do the rest. ആമേൻ. ഹല്ലേലൂയ. ഈ വാക്യത്തിൽ നിന്ന് എന്നെ പ്രബോധിപ്പിച്ച ഭാഗം ഇതാണ്, അല്ലെങ്കിൽ ഉദ്ബോധിപ്പിച്ച ചിന്ത ഇതാണ്, നിങ്ങൾ എന്ത് അവസ്ഥയിൽ കൂടെ തന്നെ കടന്നു പോയാലും നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് കർത്താവിന് വേണ്ടി കൊടുക്കുക. നിങ്ങളുടെ ബെസ്റ്റ് നിങ്ങൾ ചെയ്തു കഴിയുമ്പോൾ ബാക്കി കർത്താവ് പൂരിപ്പിക്കും. The world is very competitive world. You cannot just run with them and compete with them with all that facilities that you have and be succeeded. ഇന്നത്തെ ലോകം വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. മറ്റുള്ളവരോടുകൂടെ മത്സരിച്ച് ഓടിയിട്ട് നമുക്ക് പലപ്പോഴും ഒരുപക്ഷെ അതിനെ ഓടിപ്പിടിക്കാൻ എത്തിയില്ല എന്ന് തോന്നിയേക്കാം. All of us, I'm not only speaking to the young people but also everyone, those who reached until now at this stage, you know that by God's grace you reached here, but yet you know that there was so much of warfare, as Dr. mentioned, so much of fight, so much of struggle in our lives. നമ്മളെല്ലാവരും ഇന്നായിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ എത്താൻ വേണ്ടി പല 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 ബുദ്ധിമുട്ടുകളിലൂടെ നമ്മൾ കടന്നുപോയി. ഡോക്ടർ റോണിയും നേരത്തെ മെൻഷൻ ചെയ്തതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് എത്തി നിൽക്കുന്ന അവസ്ഥയിൽ നമ്മൾ എത്തിയത് പല പല പ്രശ്നങ്ങളെയും ഫൈറ്റ് ചെയ്താണ്. John gives a secret formula of being successful in life in 3 John chapter 1 verse 2.
യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യത്തിനകത്ത് എങ്ങനെയാണ് ഒരു ജയകരമായ ജീവിതം നയിക്കുക എന്നുള്ളതിന് യോഹന്നാൻ ഒരു ഉദാഹരണം പറയുന്നു. 3 John chapter 1 verse 2. 3 യോഹന്നാൻ 1-ന്റെ 2-ാമത്തെ വാക്യം. He says that as much as you prosper in your spirit, you will be prospering in every area of your life. ഇപ്രകാരമാണ് യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നത്, പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്ന പോലെ നീ എല്ലാ കാര്യങ്ങളിലും ശുഭമായിട്ടും സുഖമായിട്ടും ഇരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. Being human beings, we focus on various areas of our life that we will be successful and we'll go ahead. But the success in physical or education or career, whatever you say, is depend upon your spiritual prosperity. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ പല പല രീതിയിലുള്ള ഉയർച്ചകളിലേക്ക് എത്തുവാൻ നാം ആഗ്രഹിക്കും. നമ്മുടെ ജോലിയിലായാലും വിദ്യാഭ്യാസത്തിലായാലും ഒക്കെ നമ്മൾ ഉന്നതമായിട്ടുള്ള അവസ്ഥയിൽ എത്തുവാൻ ആഗ്രഹിക്കുന്ന യൗവനക്കാരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളുടെയും ഉയർച്ച തീരുമാനിക്കുന്നത് നിങ്ങളുടെ ആത്മീകമായിട്ടുള്ള ഉയർച്ചയാണ്. അതിനൊക്കെയും അടിസ്ഥാനമായിരിക്കുന്നത്. This time I want you to focus Deuteronomy chapter 28 and 8, where God will is revealed, and also there is a condition for our successful life. ആവർത്തന പുസ്തകം 28-ന്റെ 8-ാമത്തെ വാക്യത്തിനകത്ത് ദൈവത്തിന്റെ ഹിതവും വെളിപ്പെടുത്തുകയും അതുപോലെ നമ്മുടെ അനുഗ്രഹത്തിനുള്ള ഒരു ഫോർമുലയും കൂടിയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. Here Lord is promised, there are a lot of promises in the chapter, but here the particular promise is that I will bless everything that you put your hands on. ആ അധ്യായത്തിനകത്ത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒത്തിരി അനുഗ്രഹങ്ങളുടെ ലിസ്റ്റ് നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ഈ പ്രത്യേക വാക്യത്തിനകത്ത് പറയുന്നത് നമ്മൾ പോയി തൊടുന്ന എല്ലാ കാര്യങ്ങളും ദൈവം നമുക്ക് അനുഗ്രഹിച്ചു തരുമെന്നാണ്. In other words, God will bless all your efforts. അതിൻ്റെ മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ നമ്മുടെ എല്ലാ കൈകളുടെ പ്രവർത്തികളെയും അനുഗ്രഹിച്ചു തരുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. God bless, but there is something that's from our part is that our efforts. ദൈവം തീർച്ചയായിട്ടും അനുഗ്രഹിക്കും. എന്നാൽ നമ്മളിൽ നിന്ന്, യൗവനക്കാരിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്ന ഇതാണ്, നമ്മുടേതായിട്ടുള്ള ഒരു എഫേർട്ട് അതിനകത്ത് ദൈവം ആഗ്രഹിക്കുന്നു. So God blesses our efforts, but it is our responsibility to put our efforts in. ഹല്ലേലൂയ. ദൈവം നമ്മുടെ കൈകളുടെ പ്രവൃത്തിയെ അനുഗ്രഹിക്കും, എന്നാൽ നമ്മുടെ കൈകൾ കൊണ്ട് പ്രവൃത്തി ചെയ്യേണ്ടതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. To make it a little more clear about efforts, Paul said about himself what is successful life in 1 Corinthians chapter 15 verse 10. 1 കൊരിന്ത്യർ 15-ന്റെ 10-ാമത്തെ വാക്യത്തിനകത്ത് അപ്പോസ്തലനായ പൗലോസ് ഇതിനെക്കുറിച്ച് പറയുന്നത് എന്താണെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. Here he said, I am what I am, but it is because of grace of God. ഇപ്രകാരമാണ് പൗലോസ് പറയുന്നത്, എങ്കിലും ഞാൻ ആകുന്നത് ദൈവകൃപയാലാകുന്നു. But I didn't waste the grace of God, but still I worked hard. താൻ ഇപ്രകാരമാണ് പറയുന്നത്, ദൈവത്തിന്റെ കൃപ എന്നോടുള്ളത് വ്യർത്ഥമായിട്ടില്ല, എന്നാലും അവരെല്ലാവരെക്കാളും ഞാൻ അധികം അധ്വാനിച്ചിരിക്കുന്നു. So God's grace is upon you to reach where you're supposed to be. At the same time, this verse tells us you should give your efforts to reach what God wants you to be. കുഞ്ഞുങ്ങളെ, അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരമാണ് പറയുന്നത്, താൻ ആയിരിക്കുന്ന അവസ്ഥയിൽ എത്തിയത് ദൈവകൃപയാലാണ്. എന്നാൽ നിങ്ങൾ ഒരു അവസ്ഥയിൽ എത്തിച്ചേരണമെങ്കിൽ നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് എഫേർട്ട് നിങ്ങൾ ഇടുമ്പോഴാണ് ദൈവത്തിന്റെ കൃപ അതിനോടുകൂടെ ചേർന്ന് പ്രവർത്തിച്ച് നിങ്ങൾ എത്തേണ്ട സ്ഥലത്ത് ദൈവം എത്തിക്കുന്നത്. So today I'm going to talk about what are those efforts that we supposed to. ഇന്ന് പൽക്കാലം ഞാൻ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്ന ചിന്ത ഇതാണ്, എന്തൊക്കെ എഫേർട്ടാണ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മൾ ഇതിനു വേണ്ടി ചെയ്യേണ്ടത്. And what happens if you are effortless? എന്നാൽ നിങ്ങൾ ഒരു മടിയനായിട്ടിരുന്ന് ഒരു പ്രവൃത്തിയും ചെയ്യാൻ താല്പര്യമില്ലാത്ത വ്യക്തിയാണെങ്കിൽ അതിന്റെ പരിണിത ഫലം എന്തായിരിക്കും? As the bottom line, what really God wants us to put our efforts in. മൂന്നാമതായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ എന്ത് കാര്യത്തിലാണ് നമ്മളുടെ പ്രയത്നം ചെലവഴിക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. You no need to give some extra efforts, because putting our efforts is natural for any human being. നമ്മൾ ഒന്നും അധികമായിട്ടൊന്നും ചെയ്യണ്ട, കാരണം പ്രയത്നിക്കുക എന്നുള്ളത് എല്ലാ മനുഷ്യരുടെയും നാച്ചുറൽ ആയിട്ടുള്ള കാര്യമാണ്. Children put their efforts in studying well, getting good marks, stars and appreciation from parents, and parents are those who want give them support. So this all happens with the children. കുഞ്ഞുങ്ങളാണെങ്കിൽ, പഠിക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ അവർ പഠനത്തിൽ ശ്രദ്ധിച്ച് അവർ ഏറ്റവും നല്ല ഗ്രേഡുകളും സ്റ്റാറും അല്ലെങ്കിൽ അവാർഡുകളും ഒക്കെ കിട്ടുവാൻ വേണ്ടി നോക്കും. ആ
സമയത്ത് മാതാപിതാക്കളായിട്ടുള്ള നമ്മൾ അവരെ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നു. And young people like you, you know that there is a numerous efforts that you give, whichever way you are led, whichever may influence, whatever, all the support system that you get, you give your best and you worried about it. യൗവനക്കാരായിട്ടുള്ള ആൾക്കാർക്ക് ഇന്നത്തെ കാലത്ത് വളരെയധികം റിസോഴ്സുകളും ഒക്കെ ഉണ്ട്. വളരെ നമ്മളൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യാനുള്ള പല സാഹചര്യങ്ങളും ഇന്ന് അവൈലബിൾ ആണ്. Parents and older people, couples, businessmen, in that case, in the world, everyone has some effort. That is why they are reaching where they are. കൊച്ചു കുഞ്ഞുങ്ങളാകട്ടെ, യൗവനക്കാരാകട്ടെ, മാതാപിതാക്കളാകട്ടെ, പ്രായമുള്ളവരാകട്ടെ, എല്ലാവരും ഒരു തരത്തിലുള്ള പ്രയത്നം കഴിച്ചിട്ട് അവരെത്തേണ്ട സ്ഥലത്ത് എത്തുവാനായിട്ട് ഇങ്ങനെ സ്ട്രൈവ് ചെയ്യുകയാണ്. Without efforts you get nothing. There is no free lunch. സോ ഇപ്രകാരമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. നമ്മുടെ പ്രയത്നമില്ലാതെ നമുക്ക് ഒരിക്കലും സൗജന്യമായിട്ട് ആരും ഒന്നും തരത്തില്ല. പ്രയത്നിച്ചെങ്കിലേ നമുക്ക് എന്തെങ്കിലും ചെയ്യുവാനായിട്ട് കഴിയുള്ളൂ. Paul was very rude with believers. He said, if anyone is not working, he should not eat. പൗലോസ് വളരെ കർശനമായിട്ട് സംസാരിക്കുന്ന ആളായിരുന്നു, അല്ലെങ്കിൽ വളരെ കർക്കശക്കാരനായിരുന്നു. നിങ്ങളിൽ അധ്വാനിക്കുന്നവരാരും ഭക്ഷണം കഴിക്കരുതെന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്. In the world, if this word is applicable, that many people should go fast. അപ്പൊ ഇന്നത്തെ ലോകത്ത് നമ്മൾ ഈ വാക്യം പ്രാക്ടിക്കലാക്കാൻ നോക്കിയാൽ ഒത്തിരി പേര് ഈ ലോകത്തിനകത്ത് ഭക്ഷണം കഴിക്കേണ്ടി വരും. കാരണം ജോലി ചെയ്യാതിരിക്കുന്നുണ്ട്. But let me inform you that each one of you are so blessed because God has given good supportive system so that your efforts come to the prosperity. എന്നാൽ ദൈവം നമുക്ക് വളരെ നല്ല ഒരു സപ്പോർട്ട് സിസ്റ്റം തന്നിരിക്കുന്നുണ്ട്. നമ്മുടെ കൈകളുടെ അധ്വാനം അല്ലെങ്കിൽ പ്രയത്നം അഭിവൃദ്ധിപ്പെടുവാൻ വേണ്ടി. You have supportive parents, sacrificial parents, those who are willing to spend their lives for you. നിങ്ങൾക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട, നിങ്ങളെ സഹായിക്കുന്ന, നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന മാതാപിതാക്കളെ ദൈവം തന്നിരിക്കുന്നു. Good friends, wise counselings, and good men of God for you, the God has provided so that you always get what you really require, even though you don't know what you need. നല്ല സുഹൃത്തുക്കള്, അതുപോലെ തന്നെ നല്ല കൗൺസിലേഴ്സ്, അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാരെ, നിങ്ങൾക്ക് ആത്മികവും ഭൗതികമായിട്ടുള്ള സഹായങ്ങൾ നൽകുവാനായിട്ടുള്ള എല്ലാ സപ്പോർട്ട് സിസ്റ്റവും ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്നു. Many of our age and the older age, they think that if we could have got this system, this support system that you are receiving, we could have been somewhere else. Yes or no? ഇന്ന് പ്രായമുള്ള പലരും ഇവിടെ ഇരിക്കുന്നവര് ഇപ്രകാരം ചിന്തിക്കുകയും പറയുകയും ചെയ്യാറുണ്ട്, ഞങ്ങളുടെ കാലത്ത് ഞങ്ങൾക്ക് ഇതുപോലൊക്കെയുള്ള സൗകര്യങ്ങൾ കിട്ടിയെങ്കിൽ ഞങ്ങൾ ഇന്ന് എവിടെ എത്തിച്ചേർന്നേനെ എന്ന്. Or anyone of thought any time that the money that we are able to spend on our children, now grandchildren, if we could have that time, we could have studied well. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെലവഴിക്കുന്ന അത്രയും കാശ് പണ്ട് നമ്മുടെ അപ്പന്മാർക്കും അമ്മമാർക്കും ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഇതിനൊക്കെ നല്ല അവസ്ഥയിൽ എത്തിച്ചേർന്നേനെന്ന് ചിന്തിക്കുന്നവരുണ്ടാകാം. But it is unfortunate, in spite of all the supportive systems that God has provided for our generation, there are people, those who don't use it, and they remain as useless in this world. എന്നാൽ അവർക്ക് കിട്ടുന്ന എല്ലാ സുഖ സൗകര്യങ്ങളെയും നിഷേധിച്ചുകൊണ്ട് ആ സൗകര്യങ്ങളെ ഒന്നും ഉപയോഗിക്കാത്ത മടിയന്മാരായിട്ടും നിഷ്പ്രയോജനമായിട്ടും ജീവിക്കുന്ന അനേക യൗവനക്കാരിൽ ഉണ്ടെന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള സങ്കടകരമായ കാര്യം. One of the reasons is that why people don't afraid of there itself, they don't take efforts because they are afraid of the fear that they are ahead of us. പലരും ഈ സൗകര്യങ്ങളൊന്നും ഉപയോഗിക്കാത്തതിന്റെ കാര്യം അവര് ഭയപ്പാടുള്ളവരാണ്. They don't invite change in their lives. അവർക്കൊന്നും വ്യത്യസ്തരാകുവാൻ അല്ലെങ്കിൽ ചേഞ്ചസ് ഇഷ്ടമല്ല, വ്യത്യാസങ്ങൾ ഇഷ്ടമല്ല. So don't misunderstand me. I'm speaking only about the careers of the young people, but I'm talking in the spiritual aspect too. ഞാൻ ജസ്റ്റ് നമ്മുടെ ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല, ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല ഫോക്കസ് ചെയ്യുന്നത്, ആത്മീകമായിട്ടുള്ള വളർച്ചയുടെ കാര്യം കൂടിയാണ് ഞാൻ പറയുന്നത്. As I mentioned, we are blessed people because God is our God, because God has given us the spirit of power and spirit of self-control, but not the spirit of timidness and the shyness. ദൈവത്തിന്റെ വചനം ഇപ്രകാരമാണ് പറയുന്നത്, നമ്മൾ ഇനിയും ഭയപ്പെടേണ്ടതിന് നമുക്ക് ദൈവം ദാസ്യത്തിന്റെയും ഭീരുത്വത്തിന്റെയും ആത്മാവിനെ അല്ല തന്നിരിക്കുന്നത്, ധൈര്യത്തിന്റെ ആത്മാവിനെയാണ് ദൈവം നമ്മൾക്ക് തന്നിരിക്കുന്നത്. Where there is fear, there is no self-discipline. ഭയമുള്ളിടത്ത് ആർക്കും സെൽഫ് ഡിസിപ്ലിൻ ഉണ്ടാകില്ല. There is no self-discipline, there is no efforts in their lives. സെൽഫ് ഡിസിപ്ലിൻ ആർക്കാണോ ഇല്ലാത്തത് അവരുടെ ലൈഫിൽ പ്രയത്നങ്ങൾ ഉണ്ടാകത്തില്ല. When there is no efforts, there won't be any improvement in their lives. എന്നാൽ പ്രയത്നിക്കാത്ത ഒരാൾക്കും ഒരിക്കലും തങ്ങളുടെ ജീവിതത്തിൽ ഉയരുവാനായിട്ട് കഴിയുകയില്ല. There is
verse in the Proverbs says that the sluggard or the lazy man says that there is a lion in the street, so that I don't want to go. ഈ പ്രകാരം പ്രോവർബിസിനകത്ത് സദൃശവാക്യങ്ങൾക്കകത്ത് ഒരു വാക്യമുണ്ട്, വഴിയിലൊരു സിംഹി പതുങ്ങി കിടക്കുന്നു, അതുകൊണ്ട് എനിക്ക് ആ വഴിക്ക് പോകണ്ട എന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. As the door rotates on the hinge, the lazy person rotates on his bed. ഈ ഡോറ് ഇങ്ങനെ ചെരിഞ്ഞുന്ന പോലെയാണ് മടിയൻ തൻ്റെ കിടക്കയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഉരുളുന്നത്. I know none of us are among us, nobody among us is such kind of people, those who think that they're not afraid of everything to do and they don't take risks. നമ്മുടെ ഇടയിൽ അങ്ങനെയുള്ള മടിയന്മാരില്ലെന്നും അതുപോലെ റിസ്ക് എടുക്കാൻ ആഗ്രഹമില്ലാത്തവരും ഇല്ല എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അതാണ് എൻ്റെ വിശ്വാസം. As God promised that I will be blessing every effort that you put on, I want to give you some examples of people, those who never use their efforts to be receive the blessings that God has designed for them. ദൈവം ഒരു റിസ്ക് എടുക്കുന്നവരെ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നവരെ സഹായിക്കുമെന്നുള്ളതിന് വളരെയധികം തെളിവുകൾ ദൈവവചനത്തിലുണ്ട്. അതിനൊരു ഉദാഹരണം പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. Some people spend their entire life in complaining because of their why they are not improving. ചില ആൾക്കാർ തങ്ങളുടെ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ പരാതി പറഞ്ഞുകൊണ്ട് തങ്ങളുടെ ജീവിതം നന്നാകാത്തതിനെ കുറിച്ച് പരാതി പറഞ്ഞുകൊണ്ട് ജീവിതം മൊത്തം കഴിക്കുന്നവരാണ്. We see a great grandfather of complainers in John chapter 5. യോഹന്നാന്റെ സുവിശേഷം 5-ാമത്തെ അധ്യായത്തിനകത്ത് ഈ പരാതി പറയുന്നവരുടെ വല്യപ്പനെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. There is a man for 38 years paralyzed. You know the story, there is the pool of Bethsaida, and there he is waiting, but for how many years? 38 വർഷം. Yes. സോ യോഹന്നാന്റെ സുവിശേഷം 5-ാമത്തെ അധ്യായത്തിലെ ബെഥേസ്ദ കുളക്കരയിൽ കിടക്കുന്ന ഒരു സുഖമില്ലാത്ത മനുഷ്യനെ കുറിച്ചാണ് നമ്മൾ കാണുന്നത്. 38 വർഷമായിട്ട് താൻ ഇങ്ങനെ അവിടെ കിടക്കുകയാണ്. And one day Jesus walked to him, even he never invited him, he never shouted, but Jesus with all his grace came to him. He asked, do you want to be healed? താനെ എല്ലാ വർഷങ്ങളിലും ഇങ്ങനെ അവിടെ കിടക്കാറുണ്ട്. എന്നാൽ യേശു തൻ്റെ ശിഷ്യന്മാരുമായിട്ട് വരുമ്പോഴത്തേക്കിനും അവനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? He should say yes or no. അവന് പറയേണ്ട ഉത്തരം ഇതാണ്, എനിക്ക് മനസ്സുണ്ട് കർത്താവേ, ഇല്ലെങ്കിൽ എനിക്ക് വേണ്ട കർത്താവേ. It's true, the creator of God, the God who is created the universe, he came, is asking, do you want healing? Then instead of just receiving it, he started complaining why he was not healed. സോ എന്താ ലോകത്തെ മൊത്തം ഉണ്ടാക്കിയ അഖിലാണ്ടത്തിൻ്റെ സൃഷ്ടിതാവും ദേവനും തൻ്റെ മുമ്പിൽ വന്നെന്ന് ചോദിക്കുകയാണ്, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന്. അവൻ ആ അനുഗ്രഹം ഇങ്ങോട്ട് ജസ്റ്റ് വാങ്ങിച്ചാൽ മതി, ഉണ്ട് കർത്താവേ എന്ന് പറഞ്ഞ് മേടിച്ചാൽ മതി. പക്ഷെ അതിന് പകരം അവൻ ഇങ്ങനെ ഉരുണ്ട് അവൻ്റെ മൊത്തം കംപ്ലൈൻസുമാണ് തിരിച്ചു പറയുന്നത്. He is suffering for 38 years. Jesus is less than 38 years that time. അവൻ 38 വർഷമായിട്ട് അവിടെ കിടക്കുകയാണ്. യേശു കർത്താവിന് 38 വയസ്സായിട്ടില്ല. അപ്പൊ യേശു ജനിക്കുന്നതിന് മുന്നേ തൊട്ട് അവൻ കഷ്ടപ്പെടാൻ തുടങ്ങിയതാണ് അവിടെ. Why is staying there for such a long time? He could have put little effort. He could have crawled. He could have do whatever and an inch per day if he can move. He could have reached that pool near to him at least maximum within 2 years. ഞാൻ വിചാരിക്കുന്നത് ഇങ്ങനെയാണ്, അവൻ ഒരു ഇച്ചിരി പോലും പ്രയത്നം അവന് സൗഖ്യമാകുവാൻ വേണ്ടി അവൻ എടുത്തിട്ടില്ല. അല്ലെങ്കിൽ ഓരോ ദിവസം ഈ ഇഴഞ്ഞൊരു 1/2 ഇഞ്ച് വീതം ഓരോ ദിവസം ഇഴഞ്ഞാലും 1 വർഷം 2 വർഷം കഴിയുമ്പോഴത്തേക്കിനും അവൻ അവിടെ എത്തിച്ചേരുവാനായിട്ട് കഴിയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. He was just lying there just because of his laziness or his focus is on others, those who didn't help him. തൻ്റെ ചിന്ത ഇതാണ്, അവനെ സഹായിക്കാത്ത മറ്റുള്ളവരിലാണ് അവൻ്റെ ഫോക്കസ് മുഴുവൻ. We cannot change the world. നമുക്ക് ഈ ലോകത്തെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. We can't change the attitude of people. നമുക്ക് മറ്റുള്ളവരുടെ ചിന്താഗതി മാറ്റുവാൻ കഴിയില്ല. So there is no use of complaining why somebody else who didn't help you in time of need so that you couldn't make out your life. So അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് മറ്റുള്ളവർ എനിക്കൊരു ആവശ്യം വന്നപ്പോഴത്തേക്കിന് എന്നെ സഹായിക്കാത്തത് എന്നുള്ളതിനെ കുറിച്ച് പരാതി പറഞ്ഞുകൊണ്ട് കിടക്കുന്നതിന് ഒരു ബേസിസും ഇല്ല. So the spiritual laziness can drag your blessings far away from you. ആമേൻ. ആത്മീയമായിട്ടുള്ള മടി പിടിച്ച അവസ്ഥ നിങ്ങളെ ദൈവത്തിന്റെ അനുഗ്രഹങ്ങളിൽ നിന്ന് അകലേക്ക് വലിച്ചു മാറ്റുവാനായിട്ട് ഇടയായിത്തീരും. Proverbs tells that all hard works brings profit. സദൃശവാക്യത്തിൽ നമ്മൾ വായിക്കുന്ന ഇപ്രകാരമാണ്, നിങ്ങളുടെ എല്ലാ കഠിനാധ്വാനങ്ങൾക്കും ദൈവം പ്രതിഫലം തരുന്നവനാണ്. Everything that you are doing now
it may be you may not be liking, but it is going to bring you good fruits in the days to come. ഒരുപക്ഷെ നിങ്ങളിപ്പം ചെയ്യുന്ന കഠിനാധ്വാനമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമില്ലായിരിക്കാം, പഠിക്കാൻ ഇഷ്ടമില്ലായിരിക്കാം, അല്ലെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്യാൻ ഇഷ്ടമില്ലായിരിക്കാം. എന്നാൽ ഭാവിയിൽ നിങ്ങൾക്ക് വളരെ നല്ല ഫലങ്ങൾ ഉണ്ടാക്കി തരുവാനായിട്ട് ഇടയായിത്തീരും. It is true that God's grace is upon you to provide enough so that you can make it. ദൈവത്തിൻ്റെ കൃപ നിങ്ങളുടെ മേൽ ഇരിക്കുമ്പോഴാണ് നിങ്ങളുടെ ഹാർഡ് വർക്കുകൾക്ക് അതിൻ്റെതായിട്ടുള്ള ഫലം ദൈവം തരുന്നത്. But if without your side of efforts, you are not going to receive God's blessings. എന്നാൽ നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മളൊരു പ്രയത്നം എടുത്തില്ലെങ്കിൽ, അല്ലെങ്കിൽ ഹാർഡ് വർക്കോ റിസ്കോ എടുക്കുവാൻ തയ്യാറല്ലെങ്കിൽ നമുക്ക് ദൈവം പ്രതിഫലം തരുവാനായിട്ട് ഇടയാകത്തില്ല. Laziness or spiritual laziness or complaining, the negative attitude of complaining on something else or somebody else is not going to help. നമ്മൾ ഈ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡും വെച്ചുകൊണ്ടിരിക്കുന്നതും അതുപോലെ കംപ്ലൈന്റ് പറയുന്നതും മറ്റുള്ളവരെ കുറ്റം പറയുന്നതും കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും അഭിവൃദ്ധി ഉണ്ടാകുകയില്ല എന്നാണ് നാം പഠിക്കേണ്ടത്. One man in the Luke chapter 19 where there is master giving them talents. ലൂക്കോസിന്റെ സുവിശേഷം 19-ാമത്തെ അധ്യായത്തിനകത്ത് യജമാനൻ താലന്തുകളെ കൊടുത്ത ഒരു വ്യക്തിയെ കുറിച്ച് നാം വായിക്കുന്നു. The first man, what example I given, he was complaining about others, those who didn't help him. ഒന്നാമത്തെ മനുഷ്യൻ മറ്റുള്ളവരവനെ സഹായിക്കാത്തതിനെ കുറിച്ച് പരാതി പറഞ്ഞവനാണ്. Here we find some people, those who complain about the situations, even God himself. രണ്ടാമത്തെ മനുഷ്യൻ തൻ്റെ മറ്റുള്ളവർ സഹായിക്കാത്തതിന് പരാതി പറയുന്നതിലൂടെ ദൈവത്തെ പോലും പരാതി പറഞ്ഞവനാണ്. It is even most of us are not exception from here. Anything that happens that we don't understand, it is God's will. God only didn't give me, or God didn't answer me. We try to point out God that He is responsible for our fruitlessness. നമ്മൾ പലപ്പോഴും അങ്ങനെയാണ്. നമ്മളുടെ പ്രയത്നത്തിനകത്ത് മറ്റുള്ളവരെ സഹായിച്ചില്ല എന്നോർത്ത് നമ്മൾ കംപ്ലൈന്റ് പറയുകയും ദൈവത്തെ പോലും നമ്മൾ പലപ്പോഴും കുറ്റം പറയുകയും നമ്മുടെ ഉപയോഗശൂന്യമായിട്ടുള്ള ജീവിതത്തിന് നമ്മൾ മറ്റുള്ളവരെ കൂടെ കംപ്ലൈന്റ് പറയും, ദൈവത്തെ പോലും കംപ്ലൈന്റ് പറയുന്ന അവസ്ഥയാണ്. So first of all, God is not unjust. ദൈവം അനീതിയുള്ള ദൈവമല്ല. He is good to all. ദൈവം എല്ലാവർക്കും നല്ലവനാണ്. And every person in this world has the same amount of opportunities, time that God has given to them. നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും ദൈവം ഒരേ തരത്തിലുള്ള സമയവും അവസരങ്ങളും തന്നിട്ടുണ്ട്. It is not that everybody should become doctors, everybody should be preachers, everybody should be the same. God wants you to be what you are according to His plans and purposes. നിങ്ങൾ എല്ലാവരും ഡോക്ടർമാരോ അല്ലെങ്കിൽ പ്രാസംഗികരോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളാകുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്തിന്റെ ഹിതത്തിൽ ദൈവം നിങ്ങളെ കുറിച്ച് എന്താഗ്രഹിക്കുന്നു അവിടെ എത്തിച്ചേരുവാനായിട്ട് നാം ശ്രമിക്കണം. What is ultimate God's plan for you is that you are the best in this world. ഹല്ലേലൂയ. ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുള്ള പരമമായ ആഗ്രഹം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ബെസ്റ്റ് ലെവലിൽ ഈ ലോകത്ത് ജീവിക്കണം. Please turn to Luke chapter 19, especially from verse 13. നിങ്ങൾ ലൂക്കോസിന്റെ സുവിശേഷം 19-ാമത്തെ അധ്യായം 13 മുതലുള്ള വാക്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുമോ? The master called all his servants and he said to them after giving money, the master called 10 of his servants and gave them 10 minas. Put this money to work, he said. ഇവിടെ ഒരു യജമാനൻ തന്റെ 10 ദാസന്മാരെ വിളിച്ച് അവർക്ക് 10 റാത്തൽ വെള്ളി കൊടുത്തിട്ട് ഇപ്രകാരം പറയുന്നു, ഞാൻ വരുവോളം വ്യാപാരം ചെയ്തുകൊള്ളുവീൻ. Occupy till I come. കർത്താവ് പറഞ്ഞ ഇപ്രകാരമാണ്, യജമാനൻ പറഞ്ഞ ഇപ്രകാരമാണ്, ഞാൻ വരുവോളം ഇത് വ്യാപാരം ചെയ്തുകൊള്ളുവീൻ. NIV says put this money to work. NIV വേർഷൻ വായിച്ചാൽ ഈ കാശ് കൊണ്ട് ഈ കാശിനെ നിങ്ങൾ വർക്ക് ചെയ്യിപ്പിക്കാൻ, ആ കാശ് കൊണ്ട് വർക്ക് ചെയ്യാൻ. That means you put efforts on whatever is given to you. നിങ്ങൾക്ക് ദൈവം തന്നിട്ടുള്ള കഴിവിനെ കൊണ്ട് പണി ചെയ്യിപ്പിക്കാനാണ് അതിന്റെ അർത്ഥം. If you really serious about it, go home and just make a list. What all the things that God has entrusted to you. നിങ്ങൾ യഥാർത്ഥത്തിൽ ഇതിനെക്കുറിച്ച് സീരിയസ് ആയിട്ട് ചിന്തിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ വീട്ടിൽ പോയിട്ട് ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക. എന്തെല്ലാം നല്ല ഗുണങ്ങളാണ് അല്ലെങ്കിൽ റിസോഴ്സസ് ആണ് ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ. So many things comes, good parents, your supportive systems, pastors, and your position, your education, whatever it may comes, everything put a list and think that God has given to you to put effort on those things. നമ്മളത് വീട്ടിൽ പോയി എഴുതാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് വളരെ ഒത്തിരി കാര്യങ്ങൾ കാണുവാൻ കഴിയും. നല്ല പാരൻസ്, നല്ല ദൈവദാസന്മാർ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഓരോ നന്മ നിങ്ങൾ ലിസ്റ്റ് എഴുതി വെക്കുക. Your prosperity is, you can be predicted by how you are utilizing the resources God has given to you. നിങ്ങളുടെ അഭിവൃദ്ധി തീരുമാനിക്കുന്നത് നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന ഈ റിസോഴ്സസിനെ എല്ലാം നിങ്ങൾ എത്ര നന്നായിട്ട് ഉപയോഗിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ്. While all other servants developed
improved and increased the amount that is given to them by master, but this man did something different. ബാക്കി എല്ലാ ദാസന്മാരും യജമാനൻ കൊടുത്തിട്ട് പോയ റാത്തലുകൾ ഉപയോഗിച്ച് ബിസിനസ് ചെയ്ത് അതിനെ അഭിവൃദ്ധിപ്പെടുത്തിയപ്പോഴത്തേക്കിനും ഒരാളുണ്ടായിരുന്നു അതുകൊണ്ട് ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്തവൻ. It is the God's plan for always, and the nature of God is he always enters something to multiply it and improve it and rule it. ദൈവത്തിൻ്റെ സ്വഭാവം ഇതാണ്. ദൈവം ഓരോരുത്തർക്കും ഓരോ നന്മ കൊടുക്കുമ്പോൾ അതിനെ അവർ വർദ്ധിപ്പിച്ച് അതുകൊണ്ട് ഫലമുണ്ടാക്കണമെന്നാണ് ദൈവത്തിൻ്റെ സ്വഭാവവും ആഗ്രഹവും. That is the first task that God has given to Adam and Eve. ആദാമിനും ഹവ്വയ്ക്കും ദൈവം കൊടുത്ത ആദ്യത്തെ അസൈൻമെന്റും അത് തന്നെയായിരുന്നു. He planted them in the Eden and he said that you work on it and improve it and prosper it and you increase. ഏദൻ തോട്ടത്തിൽ ആദമിനെ ഹവ്വയെയും ആക്കി വെച്ചപ്പോൾ ദൈവം പറഞ്ഞ ഇപ്രകാരമാണ്, ആ തോട്ടത്തിൽ അധ്വാനിച്ച് അതിനെ അഭിവൃദ്ധി ഉള്ളതാക്കാനാണ് ദൈവം അവരോട് പറഞ്ഞത്. I have so much to say about this ruling, but I'll make it very short. See, it is God's intention that you should be ruling the situations, people, and the positions wherever God placed you. ദൈവം അവരോട് ഇതിനെ ഭരിക്കുവാൻ പറഞ്ഞപ്പോഴത്തേക്കിനും അതിനെക്കുറിച്ച് എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ഭരണത്തെക്കുറിച്ച് പറയാനുണ്ടെങ്കിൽ പോലും ഞാൻ അതിനെ ചുരുക്കി പറയട്ടെ. നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന അവസ്ഥകളെ അല്ലെങ്കിൽ ആളുകളെ അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാടിനെ ഭരിച്ച് അതിനെ കൊണ്ട് ഏറ്റവും നല്ല ഉപയോഗം വരുത്തുക എന്നുള്ളതാണ് ദൈവം മനുഷ്യനെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. When God told you, I will be making you the head, not as the tail, what he wants is wherever you posted, whatever you are doing in your life, with your life, you are the king. Amen. ഹല്ലേലൂയ. ഞാൻ നിന്നെ വാലല്ല തല തന്നെ ആക്കുന്ന ദൈവം ജനത്തെ അനുഗ്രഹിക്കുമ്പോൾ ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്ന അവസ്ഥയിൽ അതിൻ്റെ ഏറ്റവും നല്ല ബെസ്റ്റ് യൂസ് ചെയ്യണമെന്നാണ് ദൈവം അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. Whatever is given to this rest of the people, they increased it, but this man thought differently. ബാക്കി എല്ലാവർക്കും കൊടുത്ത താലന്തുകൾ അവർ ഉപയോഗിച്ച് അഭിവൃദ്ധി ഉണ്ടാക്കിയപ്പോഴത്തേക്കിനും ഈ ഒരു മനുഷ്യൻ അതിനെക്കുറിച്ച് വ്യത്യസ്തമായിട്ടാണ് ചിന്തിച്ചത്. So what he did is he put no effort on it, or the money that God has, the master has given to him. യജമാനൻ കൊടുത്ത ആ താലന്തിനെ അവന് ഉപയോഗിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. And here ultimately what result is that he was punished by his, because there is no efforts from his side. തൻ്റെ ഭാഗത്തുനിന്ന് ഒരു പ്രയത്നം പോലും ഈ ഒരു റാത്തൽ കൊടുത്തതിനെ കൊണ്ട് ചെയ്യാത്തത് കൊണ്ട് യജമാനൻ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടതായിട്ട് ഈ ദാസന് ഉണ്ടായി. See, this master is so gracious, he blessed and given the more those who increase the talents more. ഇനി ഈ യജമാനൻ വളരെ നല്ല യജമാനായിരുന്നു. അതിനെ കൊണ്ട് ബിസിനസ് ചെയ്ത് അഭിവൃദ്ധിപ്പെടുത്തവർക്കൊക്കെ താൻ വീണ്ടും താലന്ത് കൊടുക്കുവാനായിട്ട് ഇടയായി തീർന്നു. This person, listen carefully, this person who didn't put any efforts, he also could have treated him with a grace. Okay, no problem, do better next time. He could have, the master could have said that. എന്നാൽ ഈ ഒന്നും ചെയ്യാത്ത മനുഷ്യനോടും വേണമെങ്കിൽ യജമാനെ പറയായിരുന്നു, കുഴപ്പമില്ല, ഇപ്രാവശ്യം പോട്ടെ, അടുത്ത പ്രാവശ്യം നീ ബിസിനസ് ചെയ്ത് ലാഭം ഉണ്ടാക്കിയാൽ മതി എന്ന് പറയാമായിരുന്നു. That's what happened in the parable of the tree, right? The tree which never given the fruits. The master told, okay, one more year. God is a gracious God. കായ്ക്കാത്ത അത്തിവൃക്ഷത്തിന്റെ ഉപമയിൽ അതാണ് സംഭവിച്ചത്. ഓരോ വർഷവും യജമാനൻ വന്ന് നോക്കുമ്പോൾ ഈ വർഷം കൂടെ നിൽക്കട്ടെ, വെള്ളവും വളവും ഇട്ട് കൊടുക്കാം, ഈ വർഷവും കൂടെ നോക്കട്ടെ എന്ന് പറഞ്ഞ് ആ യജമാനൻ വളരെ ദയവോടെ ആ മരത്തെ ട്രീറ്റ് ചെയ്യുന്നത് കാണാം. But why this master is so rude with this one person? It tells in verse 22. എന്തുകൊണ്ടാണ് ഈ ബിസിനസ് ചെയ്ത് ലാഭമുണ്ടാക്കാത്ത ദാസനോട് യജമാനൻ ഇത്രയും ദേഷ്യം തോന്നാൻ കാരണമെന്ന് 22-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാം. What he said, I will judge you by your own words. ഇപ്രകാരമാണ് യജമാനൻ പറയുന്നത്, ദുഷ്ടദാസനെ, നിന്റെ വായിൽ നിന്ന് തന്നെ ഞാൻ നിന്നെ ന്യായം വിധിക്കും. You want me to repeat? I will judge you according to your own words. ഇപ്രകാരമാണ് യജമാനൻ പറഞ്ഞത്, ദുഷ്ടദാസനെ, നിന്റെ വായിൽ നിന്ന് തന്നെ ഞാൻ നിന്നെ ന്യായം വിധിക്കും. How many of us questioning God again and again for your own situations? Why God this? You are gracious to someone but not to us. You given to them but not me. How many times the questions this is a very serious issue, that when we talk to your God, questioning God, without knowing His mind, telling that you are rude, you are not gracious, God can tell that, okay, you told me what I am, let it be. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇതാണ് സംഭവിക്കുന്നത്. നാം ദൈവത്തോട് പലപ്പോഴും പരാതി പറയണം, ദൈവമേ ബാക്കി എല്ലാവർക്കും എല്ലാം ഉണ്ട്, അല്ലെങ്കിൽ അവർക്കിതുണ്ട് ഇവർക്കിതുണ്ട്, എനിക്ക് മാത്രം എന്തുകൊണ്ട് ഇങ്ങനെ, അങ്ങനെ പലപ്പോഴും നീ എന്തുകൊണ്ടാണ് എന്നോട് കരുണയില്ലാത്തത്, അങ്ങനെ പലപ്പോഴും ചോദിക്കുമ്പോൾ ദൈവം പറയും, നീ ഓൾറെഡി എന്നെക്കുറിച്ച് അങ്ങനെയാണ് പറയുന്നത്, എന്നാൽ പിന്നെ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ എന്ന് ദൈവം പറയും. അതാണ് നിങ്ങളുടെ വായിൽ നിന്ന് തന്നെ ഞാൻ നിന്നെ ന്യായം വിധിക്കുമെന്ന് പറയുന്നത്. I believe my God
never makes any mistakes. ഞാൻ ഇപ്രകാരം വിശ്വസിക്കുന്നു, എൻ്റെ ദൈവം ഒരിക്കലും മിസ്റ്റേക്കുകൾ ചെയ്യുന്ന ഒരു ദൈവമല്ല. Either I may be happy with the things that God has entrusted me, or I may not, but God is God. ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നിരിക്കുമ്പോഴത്തേക്കിനും തന്നെ ദൈവം ദൈവമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. When God given something that you thought it is bad or not good or you are lacking, but still it is good in God's plan. ആമേൻ. നിങ്ങളുടെ കയ്യിൽ തന്നിരിക്കുന്ന ഒരു കാര്യം നല്ലതല്ല, അല്ലെങ്കിൽ എനിക്ക് കിട്ടിയത് നല്ലതല്ല എന്ന് നിങ്ങൾ ഒരു പക്ഷെ വിചാരിക്കുന്നെങ്കിൽ പോലും ദൈവം നോക്കുമ്പോൾ അത് നല്ലത് തന്നെയാണ് ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. This little trust is enough to drive your whole earthly life. നിങ്ങൾ അപ്രകാരം ദൈവത്തെ ട്രസ്റ്റ് ചെയ്താൽ, ദൈവം എനിക്ക് തന്നിരിക്കുന്ന എല്ലാം നല്ലതാണെന്ന് ട്രസ്റ്റ് ചെയ്താൽ നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ നമുക്ക് സന്തോഷത്തോടെ ജീവിക്കുവാനായിട്ട് കഴിയും. The happiness, joy, satisfaction and whatever you say, they are emotions that can be overcome, that can be seen differently. ഒരു പക്ഷേ സംതൃപ്തിയാകട്ടെ, സന്തോഷമാകട്ടെ, സങ്കടമാകട്ടെ, ദൈവത്തിൽ ഇപ്രകാരം ആശ്രയം വെക്കുന്ന വ്യക്തിക്ക് ആ എല്ലാ ഇമോഷൻസിനെയും ഓവർകം ചെയ്യുവാനായിട്ട് കഴിയും. Not only God wants us to bless, but also he wants us to put our efforts so that God will bless your efforts. ആമേൻ. ദൈവം നമ്മളെ അനുഗ്രഹിക്കുവാൻ മാത്രമല്ല ആഗ്രഹിക്കുന്നത്, നമ്മൾ പ്രയത്നിക്കുമ്പോൾ ആ പ്രയത്നത്തെ ദൈവം അനുഗ്രഹിക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. So let us not be like the people, those who complaining people, situations and God, but let us use put our efforts and be blessed. തങ്ങൾക്ക് ചുറ്റുമുള്ള വ്യക്തികളെയും തങ്ങൾക്ക് ചുറ്റുമുള്ള അവസ്ഥകളെയും ദൈവത്തെ തന്നെയും പഴിചാരുകയും കുറ്റം പറയുന്നവരുമായി തീരുവാനല്ല ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, എന്നാൽ മറ്റൊരവസ്ഥയിൽ എത്തിച്ചേരുവാനായിട്ട് ദൈവം നമ്മളെ ആഗ്രഹിക്കുന്നു. 19-ാമത്തെ അധ്യായത്തിൽ നമ്മൾ മറ്റൊരു വ്യക്തിയെ കാണുന്നു, ലൂക്കോസിന്റെ സുവിശേഷത്തിലെ സക്കായി. നിങ്ങൾക്ക് എല്ലാവർക്കും സക്കായിയുടെ കഥ അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ സക്കായിക്ക് ഒറ്റ ആഗ്രഹം ഉള്ളായിരുന്നു, എനിക്ക് യേശുവിനെ എങ്ങനെയും കാണണം. He has money, he has everything else. He least bothered about what people talking about him. He is a rough, tough guy, but he had a desire to see Jesus. വളരെ പരുക്കനായ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. തന്നെക്കുറിച്ച് ആളുകൾ പറയുന്നത് എന്തുവാണെന്ന് അദ്ദേഹത്തിന് കെയറില്ല, അല്ലെങ്കിൽ ഒന്നും അവന് കെയറില്ല. പക്ഷെ ഒരാഗ്രഹം, എനിക്ക് യേശുവിനെ കാണണം. So he got an opportunity when Jesus was visiting his place. തന്റെ സ്ഥലത്തൂടെ യേശു കടന്നു പോകുന്നപ്പോഴത്തേക്കിനും അവന് ഒരു അവസരം ലഭിച്ചു. But now he had some obstacle that his desire, to fulfill his desire. എന്നാൽ ചില ഒരു തടസ്സം അവന്റെ ജീവിതത്തിൽ വന്നു, തന്റെ ആഗ്രഹം പൂർത്തിയാക്കുന്നതിന്. What is that hindrance? എന്താണ് അവന്റെ മുമ്പിലുള്ള തടസ്സം? He is short. അവൻ കുറുകിയ വ്യക്തിയാണ്. Now my question is that he is short, born short. Is it his problem? താന് കുറുകിയ വ്യക്തിയായിട്ട് ജനിച്ചത് തന്റെ കുഴപ്പമാണോ? Yes or no? No. It is not his problem at all. തന്റെ തെറ്റല്ല താൻ വളർച്ചയിൽ കുറുകിയവനായി ജനിച്ചത്. If he thought that why should I'm short, and also people hate, so you know that people used to hate the tax collectors, and they might not respect him when he want to try to go through that. Some people, okay, the important person has come, okay, give away, though nobody show him any favor to him either. താനൊരു ടാക്സ് കളക്ടർ ആണ്, ആൾക്കാർക്കൊന്നും ടാക്സ് കളക്ടർമാരെ ഇഷ്ടമില്ല, കരം ഭരിക്കുന്നവരെ ഇഷ്ടമില്ല. അപ്പം ഒരാൾ വരുമ്പോഴത്തേക്കിനും അവനെ റെസ്പെക്ട് ചെയ്യത്തില്ല, അവന് നീളവും കൂടെ കുറഞ്ഞവനാണ്. So if he stopped there without any efforts to see Jesus, he could never seen and we could have never read about him. യേശുവിനെ കാണാൻ ആഗ്രഹം ഉണ്ടായിട്ട് അവൻ മുമ്പിലോട്ട് വരുമ്പോൾ ആൾക്കാരും അവന് ഇഷ്ടമില്ലാത്തതുകൊണ്ട് അവന് വഴി കൊടുത്ത് മുമ്പിൽ കൊണ്ട് നിർത്തത്തില്ല. എന്നാൽ എന്നെ ആർക്കും റെസ്പെക്റ്റ് ഇല്ല, ആരും എനിക്ക് സ്ഥലം തരത്തില്ല എന്ന് പറഞ്ഞ് അവൻ പ്രയത്നിക്കാതിരുന്നെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ യേശുവിനെ കാണുവാനുള്ള ആഗ്രഹം ഒരിക്കൽ പോലും പൂർത്തിയാകത്തില്ലായിരുന്നു. What he did we know. എന്നാൽ താൻ എന്താണ് ചെയ്തതെന്ന് നമുക്കറിയാം. He climbed up a tree. അവനൊരു മരത്തിൽ ചാടിക്കയറി. Now let me give you what is the meaning of climbing up a tree. It's not that he climbed up the tree. He raised himself above every obstacle that he has to see Jesus. ഹല്ലേലൂയ. അവനൊരു മരത്തിന്റെ മുകളിൽ കയറി എന്ന് പറയുമ്പോഴത്തേക്കിനും മരത്തിന്റെ മുകളിൽ കയറി എന്നൊരു ലിറ്ററൽ മീനിങ് എടുക്കുന്നതിനേക്കാളും തൻ്റെ മുമ്പിൽ നിന്ന് എല്ലാ പ്രതികൂലങ്ങളുടെയും മേളിലേക്ക് അവൻ വളർന്ന് തൻ്റെ ലക്ഷ്യത്തിലെത്തുവാനായിട്ട് ഇടയായി തീർന്നു. Even his natural obstacle he could able to overcome because of his efforts. സക്കായിയുടെ ജീവിതത്തിൽ നോക്കിയാൽ അവന് നീളം കുറഞ്ഞവനാണെന്നുള്ളത് ഒരു നാച്ചുറലായിട്ടുള്ള, അവൻ ജന്മനാ നീളം കുറഞ്ഞവനായിരുന്നു. ആ ഒരു പ്രതികൂലത്തെ പോലും അവന് മാറ്റുവാൻ കഴിഞ്ഞെങ്കിൽ, തൻ്റെ ലക്ഷ്യത്തിലെത്തുവാൻ കഴിഞ്ഞു എന്ന് നാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. You may have wealth or no wealth. You may have good health or no health. You may have good people around you or not.
should not be hindrance, because you still can overcome them. ഹല്ലേലൂയ. നിങ്ങൾക്കൊരു പക്ഷേ കാശുണ്ടായിരിക്കാം, കാശില്ലായിരിക്കാം, നിങ്ങളുടെ കൂടെ നല്ല സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തികൾ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാത്ത വ്യക്തികളായിരിക്കാം ഉണ്ടായിരിക്കുന്നത്. നിങ്ങൾക്ക് ഉള്ള എല്ലാ സാഹചര്യങ്ങളും ഈ എന്ത് തന്നെ നിങ്ങളുടെ സാഹചര്യമായിക്കൊള്ളട്ടെ, സക്കായിയുടെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത് മുമ്പിൽ നിൽക്കുന്ന ലക്ഷ്യത്തിനെതിരായിട്ട് നിൽക്കുന്ന എല്ലാ പ്രതികൂലങ്ങളെയും തട്ടിമാറ്റി ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ നമുക്ക് കഴിയുമെന്നുള്ളതാണ്. Zacchaeus was not people pleaser. സക്കായി ഒരു മനുഷ്യരെ പ്രസാദിപ്പിക്കുവാൻ നോക്കുന്നവനല്ലായിരുന്നു. So he never cared about what people is telling. So he did what he wanted because he is very clear what he wanted. സക്കായി മറ്റുള്ളവർ പറയുന്ന എന്താണെന്ന് ശ്രദ്ധിച്ചില്ല. കാരണം മറ്റുള്ളവരെ പ്രസാദിപ്പിക്കുവാൻ അവൻ ആഗ്രഹിച്ച് നടക്കുന്നവനല്ലായിരുന്നു. തനിക്ക് എന്താണോ ഇഷ്ടമുള്ളത് അത് ചെയ്ത് ജീവിച്ചവനായിരുന്നു സക്കായി. Let me give a small hint of how to treat people, those who try to drive you. നിങ്ങളുടെ ജീവിതത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് തിരിക്കുവാൻ നോക്കുന്ന മനുഷ്യരെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടതെന്ന് ഞാൻ ചെറിയ ഉദാഹരണം പറയാം. Paul said that I am not people pleaser. If I am a people pleaser, I could have not been a servant of God. പൗലോസ് ഇപ്രകാരമാണ് പറയുന്നത്, ഞാൻ മനുഷ്യനെ പ്രസാദിപ്പിക്കുന്നവനാണെങ്കിൽ എനിക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല. Approval of people will not take anywhere else other than boasting yourself. നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരുടെ പ്രശംസ പിടിച്ചു പറ്റുവാനാണ് നാം പല കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ അധോഗതിയിലേക്ക് മാത്രമേ നാം പോകത്തുള്ളൂ. Forget about everything else, especially when it comes to spiritual life. You should not be ashamed of anything to achieve what you feel or what you felt that God wants you to do. Amen. To go ahead. ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ മാറ്റി വെച്ചിട്ട് ആത്മീയമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ഞാൻ പറയട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ ആത്മീയമായിട്ട് ഏതവസ്ഥയിലാണോ നിങ്ങൾ എത്തിച്ചേരുവാൻ ആഗ്രഹിക്കുന്നത്, ആ അവസ്ഥയിൽ നിന്ന് നിങ്ങളെ പിടിച്ചു മാറ്റുവാൻ നോക്കുന്ന എല്ലാ തടസ്സങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ആ അവസ്ഥയിൽ എത്തുവാനായിട്ട് നാം പ്രയത്നം കഴിക്കണം. The bottom line is that just desiring is not enough, but now put an efforts that can bring you greater blessings. ആഗ്രഹിക്കുന്നത് കൊണ്ട് മാത്രം ഒരു കാര്യങ്ങളും നമ്മൾക്ക് എൻ്റെ പൂർണ്ണതയിൽ എത്തുവാൻ കഴിയുകയില്ല. എന്നാൽ മുമ്പിൽ നിൽക്കുന്ന തടസ്സങ്ങളെയെല്ലാം മാറ്റിക്കൊണ്ട് പ്രയത്നിച്ചാൽ നമ്മളുടെ ഹൃദയത്തിലുള്ള ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുവാനായിട്ട് നമുക്ക് കഴിയും. In Matthew chapter 20 we find two blind men on the way to Jericho. മത്തായി സുവിശേഷം 20-ാമത്തെ അധ്യായത്തിനകത്ത് രണ്ട് കുരുടന്മാരായ വ്യക്തികൾ എരിഹോവിന് പോകുന്ന വഴിയിലിരിക്കുന്നത് നാം കാണുന്നു. Because they sitting on the roadside, most probably they are beggars. ഒരുപക്ഷെ വഴിയിലിരിക്കുന്നതുകൊണ്ട് അവര് യാചകരാണ്, ഭിക്ഷക്കാരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. So suddenly they heard a lot of noise, then they found that Jesus is walking that way. അവര് വലിയ ശബ്ദവും ബഹളവും ഒക്കെ കേട്ട് ആരവവും ഒക്കെ കേട്ടപ്പോഴത്തേക്കിന് യേശു ആ വഴിയായി കടന്നു വരുന്നു എന്ന് അവർ കേട്ടു. Just visualize the picture that is I'm telling about. ഞാൻ പറയുന്ന കാര്യം ഒരുപക്ഷെ നിങ്ങൾക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയും. So they are sitting and people are going, a lot of noise. They started shouting, David, Jesus, son of David, please have mercy upon us. ആൾക്കാരിങ്ങനെ നടന്നു പോകുന്ന ശബ്ദം കേട്ടുകൊണ്ട് ബഹളം കേട്ടുകൊണ്ട് അവരവിടെ നിന്ന് ഉറക്കെ വിളിക്കാൻ തുടങ്ങി, യേശുവേ ദാവീദ് പുത്രാ ഞങ്ങളോട് കരുണ തോന്നണമേ. Why they called Jesus? Because they already heard that he healed and he raised people and they wanted their eyesight. എന്തുകൊണ്ടാണ് അവരവിടെ നിലവിളിക്കുന്നതെന്ന് അറിയാമോ? അവർ കേട്ടിട്ടുണ്ട് യേശു രോഗികളെ സൗഖ്യമാക്കുന്നവനാണ്, കുരുടർക്ക് കാഴ്ച കൊടുക്കുന്നവനാണ്, അവർക്ക് സൗഖ്യമാകുവാൻ ആഗ്രഹമുള്ളതുകൊണ്ടാണ് അവർ നിലവിളിച്ചത്. So far they are begging or shouting for this 1 or 2 coins, but now they knew very well but Jesus can give them much more beyond than the coins. സാധാരണ അവർ അവിടെ ഇരുന്ന് ഭിക്ഷ യാചിക്കുന്നത് ഞങ്ങൾക്ക് 1-2 നാണയം തരണേ എന്നാണ് അവർ ഭിക്ഷ യാചിക്കുന്നത്. എന്നാൽ ഇപ്പോൾ അവർ ഉറക്കെ നിലവിളിക്കുകയാണ്, കാരണം അവരുടെ ജീവിതത്തിൽ സൗഖ്യം അവർ ആഗ്രഹിക്കുന്നു. Now they have no hindrance. The rest of the people told, shut up, don't shout, keep quiet. എന്നാൽ ഈ നിലവിളിക്കുന്ന മനുഷ്യരോട് മറ്റു മനുഷ്യരാണ് അവിടെ ചുമ്മാ അടങ്ങിയിരിക്കുക, കടന്ന് ബഹളം വെക്കാതെ എന്ന്. This blind man don't have this eyesight, but they have the wisdom that what they want, clarity what they need. കണ്ണ് കാണാത്തവന് അവന്റെ മുമ്പിൽ നടക്കുന്നത് കണ്ണുകൊണ്ട് കാണുവാൻ കഴിയത്തില്ലെങ്കിൽ പോലും അവന്റെ ബുദ്ധി അവൻ ഉപയോഗിക്കുവാനായിട്ട് ഇടയായി തീർന്നു. People, those who try to quieten them, the blind people has eyesight but they don't have the wisdom. എന്നാൽ ഈ കുരുടന്മാരെ മൗനമാക്കുവാൻ ശ്രമിക്കുന്ന ഈ പുരുഷാരത്തിന് ഒരുപക്ഷെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുമായിരിക്കും, പക്ഷെ ബുദ്ധി പ്രവർത്തിക്കാത്തവരാണ് അവരോട് മിണ്ടാതിരിക്കാൻ പറയുന്നത്. Who are these people asking these two blind men to shut up? ആരാണ് ഈ മിണ്ടാതിരിക്കാൻ പറയുന്ന പുരുഷാരത്തിന്റെ ഇടയിൽ ആരാണ് ഇവരോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞതെന്ന് അറിയാമോ? Coordinators of Jesus visit to Jericho. ആ യെരിഹോവിൽ യേശുവിന്റെ സന്ദർശനത്തിന്റെ കോർഡിനേറ്റേഴ്സ് ആണോ അവര്? Disciples of Jesus. അവർ യേശുവിന്റെ ശിഷ്യന്മാരാണോ? Are they president or vice president or ministers or MLAs of that area? ആ സ്ഥലത്തെ പൗരപ്രമുഖരാണോ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ലീഡേഴ്സ് ആണോ? My point is this, lot of voices come to your mind
to hinder the position that you're supposed to go. എൻ്റെ പോയിന്റ് ഇതാണ്, നിങ്ങൾ എത്തേണ്ട സ്ഥാനത്ത് എത്തുവാനായിട്ട് തടസ്സമായിട്ട് നിങ്ങൾക്കൊരു പക്ഷെ പല ശബ്ദങ്ങളും നിങ്ങളെ സ്റ്റോപ്പ് ചെയ്യുന്ന ശബ്ദങ്ങൾ ഉണ്ടായെന്നിരിക്കാം. But what these people did they responded to these people, those who are asking them to silence? എന്നാൽ ഈ പുരുഷാരം സൗഖ്യമാക്കുവാൻ ആഗ്രഹിക്കുന്ന കുരുടന്മാരോട് പറഞ്ഞ ശബ്ദം കേട്ട് ഇവർ മിണ്ടാതിരുന്നോ? No, they shouted more. ഇല്ല, നമ്മൾ വചനത്തിൽ വായിക്കുന്നത് അവർ അധികം നിലവിളിച്ചു എന്നാണ് നാം വചനത്തിൽ വായിക്കുന്നത്. The point is this: when you are having clarity about your vision, your destiny, and what God has planned, you don't need to listen to somebody else. You should proclaim more. This is what God wants me to do. ഹല്ലേലൂയ. ഈ ദർശനത്തിനകത്ത് ക്ലാരിറ്റി ഉള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതിന് തടസ്സമായി നിൽക്കുന്ന ഒരു ശബ്ദങ്ങളും അവനെ പിന്തിരിപ്പിക്കുകയില്ല. എന്നാൽ അവൻ അതിനുള്ള പ്രയത്നം കഴിച്ചുകൊണ്ടേയിരിക്കും തന്റെ ദർശനത്തിൽ എത്തിച്ചേരുവാനായിട്ട്. Because of their efforts, Jesus stopped and called them. ആ പ്രയത്നം ഈ കുരുടന്മാർ കഴിച്ചതുകൊണ്ട് കർത്താവ് അവിടെ നിന്ന് അവരോട് സംസാരിക്കുവാനായിട്ട് ഇടയായി തീർന്നു. So many efforts on the way of Emmaus, Jesus is walking with them, and it is written that he pretended, after talking to them, he pretended as if he is going furthermore, but these people compelled him, no, come and stay with us. So Jesus went with them. ഹല്ലേലൂയ. അവന് ശിഷ്യന്മാരോടുകൂടെ നടന്നു പോകുമ്പോഴത്തേക്കിനും ഇപ്രകാരമാണ് നാം വായിക്കുന്നത്, കർത്താവ് അവരെ കടന്നു പോകുന്നത് പോലെ ഭാവിച്ചു, എന്നാൽ ഇവർ നിർബന്ധിച്ചതുകൊണ്ട് കർത്താവ് മടങ്ങി വന്ന് അവരോടുകൂടെ പാർക്കുന്ന അവസ്ഥ നാം ദൈവവചനത്തിൽ വായിക്കുന്നു. My point here is that you have to work hard, put your efforts on by knowing what you want to do. എൻ്റെ പോയിന്റ് ഇതാണ്, നമ്മൾ വളരെ കഠിനാധ്വാനം ചെയ്യണം. നമ്മൾ എത്തേണ്ട അവസ്ഥയിൽ എത്തിച്ചേരുവാനായിട്ട് നമ്മൾ വളരെയധികം കഠിനാധ്വാനം ചെയ്യുന്നവരായി തീരണം. God visited Trinity God Abraham, and Abraham treated him. Then about to go, Abraham compelled him to stay with him. അബ്രഹാമിനെ സന്ദർശിച്ചിട്ട് കർത്താവ് അല്ലെങ്കിൽ കർത്താവിൻ്റെ ദൂതന്മാർ കടന്നു പോയപ്പോഴത്തേക്കിനും അബ്രഹാം അവരെ നിർബന്ധിച്ച് പറയുകയാണ് പോകരുതെന്ന്. He said, do not pass your servant by. ഇപ്രകാരമാണ് അബ്രഹാം പറയുന്നത്, അങ്ങയുടെ ദാസനെ കടന്നു പോകരുതേ. See, God is always passing by you with opportunities so that he tests you that you can put efforts or not. ദൈവം എപ്പോഴും നമ്മളെ ഇങ്ങനെ അവസരങ്ങളുടെ രൂപത്തിൽ കടന്നു പോകാറുണ്ട്. എന്നാൽ ആ അവസരങ്ങളെ സ്റ്റോപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് പ്രാധാന്യം. God has given us wisdom and discernment to know what is what. Then we should be able to now stick to it and couple it. God, yes, I want. As Rachel prayed, give me children or else I die. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അവസരങ്ങൾ അല്ലെങ്കിൽ ദൈവം നമുക്ക് അവസരങ്ങൾ തരുമ്പോഴത്തേക്കിനും റാഹേൽ പ്രാർത്ഥിച്ചതുപോലെ, കർത്താവേ നീ എനിക്ക് മക്കളെ തരുന്നില്ലെങ്കിൽ ഞാൻ മരിക്കട്ടെ എന്നാണ് റാഹേൽ പ്രാർത്ഥിച്ചത്. അപ്രകാരം ആ അവസരങ്ങളെ അല്ലെങ്കിൽ അനുഗ്രഹത്തെ പിടിച്ചു വാങ്ങിക്കുവാൻ തയ്യാറായിട്ടുള്ള ഉദാഹരണങ്ങൾ നാം ദൈവവചനത്തിൽ കാണുന്നു. It is true that we can achieve so much more blessings when we put on efforts, but what is the real area, most important area that we have to put on our efforts? കഠിന പ്രയത്നം ചെയ്യുന്നവർക്ക് നമ്മുടെ സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കാൻ കഴിയുമെന്നുള്ളത്, ദൈവത്തിന്റെ കൃപയാൽ കഴിയുമെന്നുള്ളത് യാഥാർത്ഥ്യമായിരിക്കെ, യഥാർത്ഥത്തിൽ നമ്മൾ എവിടെയാണ് നമ്മുടെ പ്രയത്നങ്ങൾ ചെലവിടേണ്ടത്? Let me tell you, you can reach any heights of your life in earning money, earning name and good position, whatever it may be, but this all will come to an end at a point of time. പേരും ധനവും മാനവും ഒക്കെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രയത്നത്തിലൂടെ നേടുവാനായിട്ട് കഴിയും. എന്നാൽ ഇതൊക്കെ ഒരു അവസാനത്തിൽ വരും. It is true that God wants us to have those things, but God desires more than that we have to acquire things that last forever and ever. ഹല്ലേലൂയ. ഇപ്രകാരമുള്ള അനുഗ്രഹങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ് അല്ലെങ്കിൽ നല്ലതാണ് എന്ന് കർത്താവ് പറയുമ്പോൾ തന്നെ ഒരിക്കലും നശിച്ചു പോകാത്ത ചിലതിനു വേണ്ടി നമ്മൾ കഠിന പ്രയത്നം ചെയ്യണമെന്നാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഞാനൊരു ഉദാഹരണം പറഞ്ഞിരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. In Psalm 61 verse 2, David prayed a unique prayer. സങ്കീർത്തനം 61-ാമത്തെ അധ്യായത്തിനകത്ത് 2-ാമത്തെ വാക്യത്തിൽ ദാവീദ് ഒരു വ്യത്യസ്തമായ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നു. From the ends of the earth I call to you,
I call as my heart grows faint. Lead me to the rock that is higher than I. എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്ത് നിന്നെ വിളിച്ചപേക്ഷിക്കും. എനിക്ക് അത്യുന്നതമായ പാറയെങ്കിലേക്ക് എന്നെ നടത്തണമേ. Yes, David is praying about that he want to do the mountain climbing and he want to climb Everest or something like that. ഇവിടെ ദാവീദ് അത്യുന്നതമായ പാറയെങ്കിലേക്ക് എന്നെ നടത്തണമെന്ന് പറയുമ്പം കർത്താവേ എനിക്കൊരു ഹൈക്കിങ്ങിനോ അല്ലെങ്കിൽ ട്രക്കിങ്ങിനോ ഒക്കെ പോയി ഒരു ഏറ്റവും വലിയ മൗണ്ടൻ്റെ മണ്ടയ്ക്കോ അല്ലെങ്കിൽ പാറയിലോ കയറണമെന്നാണോ പ്രാർത്ഥിക്കുന്നത്? He was so busy with so many things being since ever God anointed him. He was good at everything he had. He acquired wealth, he acquired the wealth, and then he conquered all his enemies. ദാവീദിനെ ദൈവം അനുഗ്രഹിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ തൻ്റെ മുമ്പിൽ വന്ന ശത്രുക്കളെയും പ്രതികൂലങ്ങളെയും തടസ്സങ്ങളെയും ഒക്കെ ഒന്നൊന്നായിട്ട് അതിജീവിക്കുവാനായിട്ട് ദൈവം ദാവീദിന് കൃപ കൊടുത്തു. So he was not talking and praying about God give me more wealth or more wisdom. No, he is praying something else. അതുകൊണ്ട് ദാവീദ് ഇപ്പം കർത്താവേ എനിക്ക് കൂടുതൽ കാശ് തരണേ, കൂടുതൽ രാജ്യങ്ങൾ തരണേ, കൂടുതൽ ഭൗതികമായിട്ടുള്ള സൗകര്യങ്ങൾ തരണമേ എന്നല്ല പ്രാർത്ഥിക്കുന്നത്, മറ്റെന്തോ ആണ് ദാവീദ് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത്. He was so righteous, so prayerful. He used to pray more than 7 times a day, meditate day and night. In the night he used to prepare for the morning prayer, and he written thousands of songs. In spiritual sense he is lacking nothing. ദാവീദിനെ സംബന്ധിച്ചിടത്തോളം ദാവീദ് ദിവസം 7 പ്രാവശ്യമെങ്കിലും മിനിമം പ്രാർത്ഥിക്കും. രാത്രികളിൽ മുഴുവൻ അവൻ പ്രാർത്ഥിക്കും. പിറ്റേ ദിവസത്തേക്കിന് വേണ്ടി ഒരുക്കി അവൻ കാത്തിരിക്കും. രാവിലത്തേക്കിന് വേണ്ടി 100-ൽ കൂടുതൽ സങ്കീർത്തനങ്ങൾ ദാവീദ് എഴുതി. അതുകൊണ്ട് ആത്മീകമായിട്ടുള്ള ഒരു അവസ്ഥയിൽ ദാവീദിനെ നോക്കുകയാണെങ്കിൽ അവൻ ഒട്ടും കുറഞ്ഞവനായിരുന്നില്ല. What is that mountain that he want to climb up, that he needs God's help so that he can climb up? എന്നാൽ തൻ്റെ ജീവിതത്തിൽ താൻ ഒരു പാറയിലേക്ക് നടത്തുവാനായിട്ട് ദൈവത്തോട് കർത്താവിൻ്റെ സഹായം ചോദിച്ചു പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്, എന്താണ് ഈ പാറ? ദാവീദ് ചെല്ലുവാനായിട്ട് ആഗ്രഹിക്കുന്ന പാറ. So he was introspecting his own life and he found there's something between God and him. He couldn't climb that hill, so he wants God's help in that area. ദാവീദിന് മനസ്സിലായി, എൻ്റെ എല്ലാ പ്രയത്നങ്ങളും കൊണ്ട് എനിക്ക് എത്തിച്ചേരുവാൻ കഴിയാത്ത ഒരു സ്ഥലമുണ്ട്, ദൈവം സഹായിച്ചെങ്കിൽ മാത്രം എത്തിച്ചേരുന്ന ഒരു സ്ഥലം, ആ സ്ഥലത്തെത്തുവാനായിട്ടാണ് ദാവീദ് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത്. My question is that did you ever introspect yourself and ask the Lord, I am lacking in this area of my life? നിങ്ങളിൽ ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തെ തിരിഞ്ഞൊന്ന് നോക്കി ചിന്തിച്ചിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടോ, കർത്താവേ എൻ്റെ ജീവിതത്തിൻ്റെ ഇന്ന സ്ഥലത്തിൽ എനിക്കൊരു കുറവുണ്ട്, എനിക്ക് അത് നികത്താൻ അല്ലെങ്കിൽ അവിടെ എത്തിച്ചേരുവാൻ അങ്ങയുടെ സഹായം ആവശ്യമാണ്. Did you reach the heights of patience in your life? നിങ്ങളുടെ ജീവിതത്തിന്റെ ക്ഷമയുടെ ഏറ്റവും ഉന്നതമായ അവസ്ഥയിൽ നിങ്ങൾ എപ്പോഴെങ്കിലും എത്തിച്ചേർന്നിട്ടുണ്ടോ? Are you satisfied with the prayer life? I'm asking the elders, those who reached out, walked with the Lord so long. Are you satisfied with your prayer life, word life, everything, so many things? നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിലെ, നിങ്ങളുടെ ലോകത്തിലെ ഈ ജീവിതത്തിൽ നിങ്ങളൊരു സംതൃപ്തമായ അവസ്ഥയിൽ ഇതുവരെ എത്തിച്ചേർന്നിട്ടുണ്ടോ? David found he was lacking in his holy life. ദാവീദിന് ഒരു കാര്യം കുറവ് തോന്നിയത് തൻ്റെ വിശുദ്ധ ജീവിതത്തിൽ കുറവ് തോന്നി ദാവീദിന്. In Psalm 51 we see that he cried, Lord, please do not take your spirit away from me. തെറ്റുകൾ ജീവിതത്തിൽ സംഭവിച്ചു കഴിയുമ്പോൾ ദാവീദ് 51-ാമത്തെ സങ്കീർത്തനത്തിൽ ഇപ്രകാരമാണ് വായിക്കുന്നത്, ദൈവമേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എങ്കിൽ നിന്ന് എടുത്തു കളയരുതേ. He was able to succeed and satisfied even in every inner life and outside life. He was so good, but he knew that his weakness, that he needs God's help. തൻ്റെ അഭൗതികമായിട്ടുള്ള ജീവിതത്തില്, രാജ്യഭരണത്തില് ഒക്കെ താൻ ഏറ്റവും നല്ലതായിട്ടിരിക്കുമ്പോഴും തൻ്റെ ജീവിതത്തിലെ കുറവ് ദാവീദിന് മനസ്സിലാക്കുവാനായിട്ട് ഇടയായി തീർന്നു. May I stop here with a question? What are your efforts for what, in which area of your life? ഹല്ലേലൂയ. ഒരു ചോദ്യത്തോടെ ഞാൻ ഈ ഭാഗം ഇവിടെ നിർത്തട്ടെ. നമ്മുടെ ജീവിതത്തിൽ എവിടെയാണ് ഈ കുറവുള്ളത്? Do you have motivation to overcome those situations in your life? ആ കുറവുള്ള ഭാഗങ്ങളെ കണ്ടുപിടിച്ച് അതിനെ ഓവർകം ചെയ്യുവാനുള്ള ഒരു താല്പര്യം, അതിനെ കടക്കുവാനുള്ള ഒരു തരണം ചെയ്യുവാനുള്ള ഒരു താല്പര്യം നമ്മുടെ ജീവിതത്തിലുണ്ടോ? David given maximum time of a day for the Lord. David given maximum wealth to the Lord and everything that he did, but when it comes to the holiness he thought, I am failed. I am not able to put even with my efforts, I am not able to overcome my weakness.
please help me lead to the mountain that higher than I. വളരെ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ, വളരെ ആത്മീയമായിട്ട് മുമ്പിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ, എന്നാൽ തൻ്റെ വിശുദ്ധ ജീവിതത്തിൽ തനിക്ക് കുറവ് സംഭവിച്ചപ്പോൾ ദാവീദ് ഇപ്രകാരം പ്രാർത്ഥിക്കുന്നു: കർത്താവേ, അത്യുന്നതമായിട്ടുള്ള പാറയെങ്കിലേക്ക് എന്നെ നടത്തുവാനായിട്ട് അങ്ങയുടെ സഹായം അവൻ ചോദിക്കുവാനായിട്ട് ഇടയായി തീർന്നു. As Lord promised, as reminded, started with reminding that I will bless everything that you put your hands on. ഹല്ലേലൂയ. നാം ആദ്യം വായിച്ച വാക്യം ഇപ്രകാരമാണ്: നീ തൊടുന്ന സകലത്തിലും യഹോവ നിന്നെ അനുഗ്രഹിക്കും. I challenge you to put your hands on things that you're supposed to overcome. ആമേൻ. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ കഴിയാത്തൊരു പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങളുടെ പ്രയത്നം, നിങ്ങളുടെ കൈകൾ കർത്താവിൻ്റെ കൃപയാൽ ആ വിഷയങ്ങളുടെ മേൽ വെക്കുവാനായിട്ട് ഞാൻ ഇന്ന് പകൽക്കാലം നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. I would like to pray for you and pray for the word as the worship team will come and lead us to the worship. Let me commit this word unto the Lord. ഹല്ലേലൂയ. നിങ്ങളിൽ അപ്രകാരം എന്തെങ്കിലും പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന, തരണം ചെയ്യുവാൻ കഴിയാത്ത ഏതെങ്കിലും അവസ്ഥയിൽ സ്റ്റക്കായി നിൽക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടിയും ഈ വചനത്തിൻ്റെ ബേസിസിൽ ഞാൻ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. പാട്ട് പാടുന്ന സഹോദരങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുന്ന സമയത്ത്. Precious Father, I praise you and thank you. Thank you, Lord, for your word. Oh Lord, we are submitting ourselves. Yes, Lord Jesus. Hallelujah. Lord, we pray that, oh Lord, you take control of every part of our life. Amen. Oh Lord, you've given us the grace to put our efforts and various Yes, things, Jesus. and we Hallelujah. reached where Thank we you, are. Jesus. Oh Lord, good position, good education, good health, and Hallelujah. good parents, oh Lord, Hallelujah. everything. But anything that is lacking in our life, enable us, O Master, that we will never, oh Lord, make you pass by us. Amen. But we'll receive everything in full. Thank you, Lord, for your blessings. In Jesus' name I pray. Amen. 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 God bless you. Praise the Lord. കരങ്ങൾ